വേറൊരു പ്രത്യേകത, ആ ക്ഷേത്രങ്ങളിലൊക്കെ ദേവീ ചൈതന്യങ്ങൾ ഈ ഉത്സവ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാട്ടരയിലുള്ള പല അമ്പലങ്ങളിലും പൂജകൾ പോലും നടക്കില്ല, അടിച്ചിടും. എല്ലാവരും അവിടെ എല്ലാ ദൈവങ്ങളും ഉത്സവത്തിന് എത്തുന്നതാണ്. പക്ഷെ ഇപ്പം ഈ എന്താ പറയുക, പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാ അമ്പലങ്ങളിലും ആ സമയത്ത് തിരക്കാണ്. തിരുനെല്ലിയിൽ ആ സമയത്ത് ശരിക്കും ഈ വാവ് ബലികൾ അങ്ങനെയുള്ളതൊന്നും നടക്കില്ല എന്നായിരുന്നു. കാരണം അവിടെ നിന്ന് ഈ പിറക്കൂഴത്തിൻ്റെ ദിവസം ഭൂതഗണങ്ങളെയും കൊണ്ട് അവിടുത്തെ തിരുനെല്ലിയിൽ നിന്നായിരുന്നു കൊട്ടിയൂരേക്ക് ആവശ്യത്തിന് വേണ്ട നെല്ല് മുഴുവൻ. അപ്പം തിരുനെല്ലി പെരുമാൾ ഭൂതഗണങ്ങളോടൊപ്പം ഈ നെല്ലും ഒക്കെ ആയിട്ട് കൊട്ടിയൂരേക്ക് കൊടുത്തു വിടും. പിന്നെ അവിടെ ഒരു ചടങ്ങുമില്ല. പിന്നെ വറ്റടി കഴിഞ്ഞിട്ട് തിരിച്ച് കയറിയാലേ ഉത്സവമുള്ളെന്നൊക്കെയായിരുന്നു പഴയ വിശ്വാസം. പക്ഷെ അതിൻ്റെ പ്രതീകം ഇപ്പോഴും ഇന്നോ നാളെയോ നിങ്ങൾക്ക് കൊട്ടിയൂർ എത്താൻ പറ്റിയെങ്കിൽ ഒരുപാട് ഇതുണ്ടല്ലോ, നമ്മളെന്താ പറയുക, മിന്നാമിനുങ്ങുകൾ. ആ കൊട്ടിയൂർ പ്രദേശത്ത് ഈ സമയത്ത് ഒത്തിരി മിന്നാമിനുങ്ങുകൾ കാണാം. അപ്പോൾ ആ പഴയ കൂട്ടാൾക്കാർ പറയുന്നത് ഈ ദൈവങ്ങൾ മുഴുവൻ കൊട്ടിയൂരേക്ക് വരുന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഈ മിന്നാമിനുങ്ങി എന്നൊരു വിശ്വാസം ആ കൂട്ടായ്മയിലുണ്ട്. അങ്ങനെ പക്ഷെ ഇന്നിപ്പോൾ അത് മാറി. ഇന്ന് എല്ലാ അമ്പലങ്ങളിലും പറശ്ശിനിക്കടവായാലും, പറശ്ശിനിക്കടവിൽ ആ സമയത്ത് തിരുവപ്പന പണ്ടുണ്ടായിരുന്നില്ല.